ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ പറയാനുള്ളത് SSC MTSന്റെ റിസൾട്ട് ഔട്ട് ആയതുകൊണ്ട് തന്നെ ഹവൽദാറിലേക്കുള്ള ഫിസിക്കലാണ് ഇനി വരാൻ പോകുന്നത്. ഹവൽദാറിന്റെ ഫിസിക്കൽ ടെസ്റ്റും കൂടെയാണ്. അതിന്റെ ലിസ്റ്റാണ് അവർ പബ്ലിഷ് ചെയ്തത്. റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോൾ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഹവൽദാറിലേക്ക് സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ പേരുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റിസൾട്ട് ഒക്കെ നോക്കിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഹവൽദാറിലേക്ക് ക്വാളിഫൈ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിയേണ്ട കാര്യത്തിനെ കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത്. അപ്പം ഇനി വരാൻ പോകുന്ന ടയറും കൂടെ പാസ്സായാൽ മാത്രമേ നിങ്ങൾ ഹവൽദാർ ക്വാളിഫൈ ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. MTS ഹവൽദാറിന്റെ ഫിസിക്കൽ ടെസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. MTSന് എന്തില്ല, ഫിസിക്കൽ ഇല്ല. പക്ഷെ ഹവൽദാർ പോസ്റ്റിലേക്ക് എന്തുണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടെന്ന കാര്യം തന്നെ ഓർത്തോളുക. അപ്പോൾ SSC MTS ഹവൽദാറിന്റെ ഫിസിക്കൽ ടെസ്റ്റ് 2025 നടക്കുന്നത്. 2024 നടന്ന എക്സാം ആണ്. മാൻഡേറ്ററി ഫോർ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്ലൈഡ് ഫോർ ദ ഹവൽദാർ പോസ്റ്റ്. അതായത് ഹവൽദാർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഏജ് ലിമിറ്റ് നമ്മുടെ MTS എന്ന് പറയുമ്പോൾ 25, ഹവൽദാറിന് എന്ന് പറയുമ്പോൾ 27 എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഹവൽദാർ ആണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഫോക്കസ് ആയിട്ട് നിങ്ങൾ വച്ചതെന്ന് ഫസ്റ്റ് പ്രിഫറൻസ് വെച്ചിട്ടുള്ളതെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാൻഡേറ്ററി ഫോർ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്ലൈഡ് ഫോർ ദ ഹവൽദാർ പോസ്റ്റ് അണ്ടർ CBIC ആൻഡ് CBN. CBIC ഇൻകം ടാക്സ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിലേക്കും നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുമാണ് ഇപ്പം എന്ത് ചെയ്തത്, ഹവൽദാർ പോസ്റ്റ് അവർ ഈ വർഷം ക്ഷണിച്ചിട്ടായി. 2024 ക്ഷണിച്ചിട്ടുള്ളത് ഇത്ര ഡിപ്പാർട്ട്മെന്റ്സിലാണ്. ഇൻകം ടാക്സ്, കസ്റ്റംസ്, നർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്ന പോസ്റ്റ് എന്ത് ചെയ്തത്, സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിംഗ് സെലക്ട് ചെയ്തത് കേട്ടോ, ഹവൽദാർ പോസ്റ്റ്. അപ്പോൾ അതിന്റെ റിസൾട്ടാണ് അനൗൺസ് ചെയ്തത്. അപ്പോൾ ഹവൽദാറിലേക്ക് സെലക്ട് ചെയ്ത ഇപ്പോൾ കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ പേര് ആ ഒരു ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതാണ്, ആ ഒരു ലിസ്റ്റിൽ പേര് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ ഫിസിക്കൽ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇൻ അഡീഷൻ ടു ദ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫിസിക്കൽ നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്കറിയാം ടോട്ടൽ വാക്കൻസി വിളിച്ചത് എത്രയായിരുന്നു, 9583 ആണ്. 9583 വാക്കൻസി ആണ് ടോട്ടൽ ആയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു 8000 ആയിരുന്നു, പിന്നെ റിവൈസ്ഡ് ആയിട്ടാണ് ഈ 9000 എന്ന് പറഞ്ഞൊരു കാറ്റഗറി വന്നത് കേട്ടോ. അപ്പം 9000 പ്ലസ് വാക്കൻസി ഉണ്ടായിരുന്നു. അതുപോലെ MTSന് 6000 പ്ലസ് വാക്കൻസിയും ഹവൽദാറിന് 3000 പ്ലസ് വാക്കൻസി, 3500 അടുപ്പിച്ചാണ് വാക്കൻസി വിളിച്ചിരുന്നത്. ഓക്കെ, അതിൻ്റെ എത്രയോ മടങ്ങാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, കാൻഡിഡേറ്റ്സിനെ ടയർ 2 എന്ന് പറയുന്ന ഈ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് പാസ്സാക്കിയതെന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ടോട്ടൽ എത്ര പേരെ എടുത്തിട്ടുണ്ട്, ഈ 9000ന്റെ എത്രയാണ്, ഒരു 3 മടങ്ങാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവർ എടുത്തിട്ടുള്ളതെന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ടോട്ടൽ 27,000 ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഹവൽദാറിലേക്ക് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ, ഹവൽദാറിലേക്ക് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹവൽദാറിൽ പാസ്സായവരെല്ലാവരും MTS ക്വാളിഫൈ ആയെന്നുള്ളൊരു അർത്ഥമല്ല. എപ്പോഴും ഹവൽദാറിന് കട്ട് ഓഫ് കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് ഇത് കുറഞ്ഞ കട്ട് ഓഫിലുള്ള ഹവൽദാർ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ ആണ് നടന്നിരിക്കുന്നത്. ഇനി MTS വേറൊരു ലിസ്റ്റ് ഇടും, അത് ഉടനെ തന്നെ കാണും കേട്ടോ. SSC എല്ലാം പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉടനെ തന്നെ കാണും. ജനുവരി ഫെബ്രുവരി മാസത്തിൽ തന്നെ നമുക്കത് എക്സ്പെക്റ്റും ചെയ്യാം. അപ്പോൾ ആ MTSയിലേക്കുള്ള റിസൾട്ട് ഉടനെ അനൗൺസ് ചെയ്യും കേട്ടോ. MTSയിലേക്കുള്ള റിസൾട്ട് സെപ്പറേറ്റ് കട്ട് ഓഫ് വിളിച്ച് തന്നെ അനൗൺസ് ചെയ്യും. അതിന് വേറെ കട്ട് ഓഫ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ക്വാളിഫൈ ആയവർ ഹവൽദാറിലേക്ക് ആയിരിക്കും ക്വാളിഫൈ ആയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും മാർക്ക് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ MTSന്റെ കട്ട് ഓഫിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലും ക്വാളിഫൈഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ വേണം, ഇത്രയും മാർക്ക് മേടിച്ചിട്ട് ഹവൽദാറിന്റെ ഫിസിക്കൽ എന്ത് ചെയ്യരുത്, വിട്ടു കൊടുക്കരുത് കേട്ടോ. അപ്പം ഈ കാറ്റഗറി വൈസ് ആണെങ്കിലും ഇത്ര ആൾക്കാരാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ നിന്ന് 2000 പ്ലസ് ആൾക്കാർ, SC കാൻഡിഡേറ്റ്സിൽ നിന്ന് 3612 ആൾക്കാർ, ST കാൻഡിഡേറ്റ്സിൽ നിന്ന് 2030 ആൾക്കാർ, ESM എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിൽ നിന്ന് 2009 ആൾക്കാർ. ഏകദേശം നല്ല ആൾക്കാർ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കാറ്റഗറിയിലും ആ ഒരു കട്ട് ഓഫ് കടന്നിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡ് ഡിസബിലിറ്റി കാറ്റഗറിയിൽ തന്നെ ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡിന് ഇത്ര പെർസെൻറ്റേജ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വാക്കൻസി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 336 ആൾക്കാർ ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡിൽ നിന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ള ആൾക്കാർ, ഹിയറിംഗിൻ്റെ പ്രശ്നമുള്ളവർക്ക് 336 ആൾക്കാരെ അതിൽ നിന്നും അവരെന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചോളുക. പിന്നെ OBC കാറ്റഗറിയിൽ നിന്ന് 5544 ആൾക്കാരെ എടുത്തിട്ടുണ്ട്. അതർ PWD കാൻഡിഡേറ്റ്സിൽ നിന്ന് ഡിസബിലിറ്റി കാറ്റഗറിയിൽ നിന്ന് 258 ആൾക്കാരെയും UR കാറ്റഗറിയിൽ നിന്ന് 10,000 പുറത്ത് ആൾക്കാരെയും
10,857 ആൾക്കാരെ എടുത്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ UR കാറ്റഗറിയിൽ കട്ട് ഓഫ് റേഞ്ച് വന്ന ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ SC കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ URന്റെ കട്ട് ഓഫ് മറികടന്ന് URന്റെ കട്ട് ഓഫ് വന്നത് കണ്ടല്ലോ. ഇപ്പം ട്രിവാൻഡ്രമാണ് നിങ്ങൾ വെച്ചതെങ്കിൽ 116 എന്ന് പറയുന്ന കട്ട് ഓഫ് ആണ് CGSTക്ക് വന്നത്, ടാക്സിലേക്ക് വന്നത്. കസ്റ്റംസിലേക്കാണെങ്കിൽ 126 അങ്ങനെ എന്തോ ഒരു സംതിങ് റേഞ്ചാണ് വന്നത്, 123 അങ്ങനെ ഒരു റേഞ്ചാണ് വന്നത്. 123+ എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ നല്ലൊരു കട്ട് ഓഫ് ആണ് ഹവൽദാറിനെ എന്നെ വിളിച്ചത്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും MTSൽ ഇതിനേക്കാളും കുറച്ചും കൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, കുറച്ചും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് റേഞ്ചിൽ ചിലപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് URന് ഇത്രയും ആൾക്കാർ വന്നതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. 10,857 ആൾക്കാർ ജനറൽ കാറ്റഗറിയിൽ കട്ട് ഓഫ് ക്ലിയർ ആയിട്ടുണ്ട്. 116 അല്ലെങ്കിൽ 123 ക്ലിയർ ആയവരാണ് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. അപ്പോൾ നല്ലൊരു കട്ട് ഓഫ് ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ സംശയമില്ലാതെ തന്നെ മനസ്സിലാക്കാം. ഇനി നമുക്കറിയേണ്ടത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും. ഹവൽദാറിലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. നിങ്ങളുടെ ചാൻസ് ആണ് ഹവൽദാർ. ആ ചാൻസ് കളഞ്ഞു ഒളിക്കരുത്. എളുപ്പമുള്ള ഫിസിക്കലാണ്. എല്ലാ എക്സാംസുകളെ വെച്ച് നോക്കിയാലും ഫിസിക്കൽ എക്സാമിനേഷൻ ഈസിയാണ്. ആ ഈസി എക്സാമിനേഷൻ എങ്ങനെയും ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നിങ്ങളുടെ മെഷർമെന്റ് ടെസ്റ്റ് ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ എത്ര ഹൈറ്റും ചെസ്റ്റും മാത്രമാണ് നോക്കുന്നത് കേട്ടോ. ഹൈറ്റ് എത്രയാണ് വേണ്ടത്, നോർമലാണ് 157.5 എന്ന് പറയുന്ന സെന്റിമീറ്റർ ആണ് എല്ലാ കാൻഡിഡേറ്റ്സിനും കേട്ടോ. അതായത് SC STക്ക് ആയിക്കോട്ടെ, ഒരു റിലാക്സേഷൻ ഒന്നും കൊടുക്കുന്നില്ല. റിലാക്സേഷൻ വരുന്നത് ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള ആസാമീസ്, ഗോർഖാസ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിനൊക്കെയാണ്. ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് STക്കാർക്ക് ഉണ്ട് കേട്ടോ ഒരു ഹൈറ്റ് റിലാക്സേഷൻ 5 സെന്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട്. അതായത് 157.5 - 5 എന്നുള്ള രീതിയിൽ ഒരു റിലാക്സേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടലി 81 സെന്റിമീറ്റർ ആണ്. ഇതിൽ എന്തൊക്കെയാണ്, ജനറൽ കാൻഡിഡേറ്റ്സ്, OBC, SC ഇത്രയും ആൾക്കാർക്കും ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും എത്ര ഹൈറ്റ് വേണം, 157. എക്സ് സർവീസ് മാൻ ആയിക്കോട്ടെ, EWS കാൻഡിഡേറ്റ്സ് എല്ലാ കാൻഡിഡേറ്റ്സിനും 157.5. അതേസമയം നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബ്സും പിന്നെ ഈ ആസാമീസ് റീജിയനിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് 5 സെന്റിമീറ്റർ അവിടെ റിലാക്സേഷൻ വരുന്നത്, വേറെ ആർക്കും ഇല്ല. പിന്നെ എന്താണ്, ചെസ്റ്റ് 81 സെന്റിമീറ്റർ ഫുള്ളി എക്സ്പാൻഡഡ് ആയിരിക്കണം. 5 സെന്റിമീറ്റർ എക്സ്പാൻഷനും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് 81 ആയിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചോളുക. അപ്പോൾ മിനിമം റിക്വയർമെന്റ് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഉള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി അടുത്ത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്താണെന്ന് ശ്രദ്ധിച്ചോളുക. ഹൈറ്റ് എത്രയാണ് വരുന്നത്, 152 ആണ് കേട്ടോ. ഹൈറ്റ് വേണ്ടത് നിങ്ങൾക്ക് 152 ആണ് ഹൈറ്റ് വരേണ്ടത്, 152. അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ഒരു 2.5 സെന്റിമീറ്ററിന്റെ ഇളവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ഒരു 2.5 സെന്റിമീറ്ററിന്റെ ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വെയിറ്റിന്റെ കാര്യമാണെങ്കിൽ 48 കിലോ മിനിമം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. 48 കിലോ എങ്കിലും നിങ്ങൾക്ക് ഉണ്ട്, അത്യാവശ്യം ആരോഗ്യം ഉള്ള ആൾക്കാരായിരിക്കണം. 48 കിലോ എങ്കിലും നിങ്ങൾ നോർമൽ കാൻഡിഡേറ്റ്സിന് ഉണ്ടായിരിക്കണം. 2 കിലോ എന്താണ് ഈ സെർട്ടൻ റീജിയൻസിനുള്ളവർക്ക് 2 കിലോ വരെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ബാക്കി എല്ലാ പേർക്കും എന്താണ് 48 കിലോ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം വെയിറ്റ് റിക്വയർമെന്റ് ആണ് കേട്ടോ. അപ്പം ഫുഡ് ഇത്രയും വെയിറ്റ് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് ഹെൽത്തി ആവാനൊക്കെ നോക്കുക കേട്ടോ. ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ ഒന്ന് ക്രൂഷ്യലായിട്ട് തന്നെ കണ്ട് നോക്കി പോവുക. ഇനി അടുത്ത ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വലിയ പാടുള്ള കാര്യങ്ങളൊന്നും അല്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ആകെ വാക്കിംഗ് മാത്രമാണ്, നടന്ന് കാണിച്ചാൽ മതി. നിങ്ങൾ ആ ഒരു ഇത്രയും ടൈം കൊണ്ട് ഇത്ര ദൂരം നടന്ന് കാണിച്ചാൽ മാത്രം മതി. ആ തളരാതെ പെട്ടെന്ന് നടന്ന് പോയാൽ മാത്രം മതി. അതിൻ്റെ പ്രാക്ടീസുകൾ തുടങ്ങേണ്ട സമയമായി. അതെന്ത് ചെയ്യുക, നമ്മൾ നടക്കുക എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് വിചാരിക്കുക നമ്മൾ തളരൂല, നമ്മൾ നടക്കുമെന്ന് നടക്കുന്നതാണല്ലോ എന്നൊക്കെ ഉള്ളൊരു തോട്ട് വരും. പക്ഷെ അല്ല, ഈ ഒരു ഡിസ്റ്റൻസും ഈ ഒരു ടൈംസ് കൃത്യമായി മനസ്സിലാക്കി അതിന് മുന്നേ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് അത്യാവശ്യമാണ് കേട്ടോ. അത്യാവശ്യമായിട്ട് തന്നെ കണ്ട് ചെയ്യുക. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് വാക്കിംഗ് ആണ്. മുന്നേ നമുക്ക് സൈക്ലിംഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ സൈക്ലിംഗ് ഇല്ല, വാക്കിംഗ് മാത്രമേ ഉള്ളൂ. മെയിൽ കാൻഡിഡേറ്റ്സിന് 1600 മീറ്റർ ആണ് കേട്ടോ. 1.6 കിലോമീറ്റർ ആണ്. 1600 മീറ്റർ എത്ര മിനിറ്റിൽ, 15 മിനിറ്റിലാണ് ആൺകുട്ടികൾ നടക്കേണ്ടത്, മെയിൽ കാൻഡിഡേറ്റ്സ് നടക്കേണ്ടത് കേട്ടോ. അപ്പോൾ 1600 മീറ്റർ എന്തിലാണ്, 15 മിനിറ്റിൽ കവർ ചെയ്യണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1 കിലോമീറ്റർ എത്ര മിനിറ്റിലാണ് കവർ ചെയ്യേണ്ടത്, 20 മിനിറ്റിൽ കവർ ചെയ്യണം കേട്ടോ. 20 മിനിറ്റ്, 5 മിനിറ്റിൻ്റെ ഒരു വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. 1 കിലോമീറ്റർ എത്ര മിനിറ്റിൽ മതി, 20 മിനിറ്റിൽ നിങ്ങൾ കവർ ചെയ്താൽ മതി. പറ്റുന്ന കാര്യമാണ്. ഇനി ശ്രമിച്ചാലും നടക്കുന്നതാണ്, വലിയ ടാസ്ക് ആയിട്ട് ഒന്നും കാണണ്ട. ഇനിയുള്ള ദിവസം രാവിലെ എണീക്കുക, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യുക, നിങ്ങളുടെ ബോഡി ഒന്ന് എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഫിസിക്കലി ഫിറ്റ് ആക്കി എടുക്കുക. അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്തു തുടങ്ങുക, വൈകിക്കരുത്. അത്യാവശ്യമാണെന്ന് എന്നെ കരുതി എന്ത് ചെയ്യുക, കേട്ടോ.
ഓക്കെ, അടുത്ത് വരുന്നത് SSC MTS ഫിസിക്കൽ ടെസ്റ്റ് 2025 സ്പെഷ്യൽ പ്രൊവിഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സ്പെഷ്യൽ കുറച്ച് ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫിസിക്കൽ ഒന്ന് എന്ത് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാറുണ്ട്. അത് ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് പ്രഗ്നന്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് കേട്ടോ. അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള, ഇത് ഇപ്പം എക്സാം ഒക്കെ എഴുതി കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രഗ്നന്റ് ആയവരാണെങ്കിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കോളുക. നിങ്ങളുടെ ടൈം ഷെഡ്യൂളിംഗ് പറഞ്ഞിട്ടുണ്ട്. ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ് സ്പെഷ്യൽ റൂൾസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. SSC MTSന്റെ ഫിസിക്കലിൽ ഇളവ് കൊടുക്കാറുണ്ട്. ഇളവ് അതായത് പ്രഗ്നന്റ് കാൻഡിഡേറ്റ്സ് 12 ആഴ്ചകൾ ഓർ മോർ എന്നുള്ള ഒരു കാര്യം, ഒരു 3 മാസം അപ്രോക്സിമേറ്റ്ലി ഒരു 3 months ടൈമിലുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, അതിൽ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്താൽ മതി, ടെമ്പററി നിങ്ങൾ എന്താണ്, അൺഫിറ്റ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഓടാനോ അല്ലെങ്കിൽ ചാടാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ടെമ്പററി അൺഫിറ്റ് ആണെങ്കിൽ പോലും ഈ പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ റീ അപ്പിയർ ഫോർ ദ PET 6 weeks ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 6 weeks കഴിയുമ്പോൾ തന്നെ, 6 ആഴ്ചകൾ കഴിയുമ്പോൾ, 2 മാസം അടുപ്പിച്ചാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഡിക്കൽ ക്ലിയറൻസിന് വേണ്ടി വരാൻ പറ്റും. അതായത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഒരു 3 മാസം അടുപ്പിച്ചായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ടെമ്പററി അൺഫിറ്റ് ആണ്, അവർ എന്ത് കൊടുത്താൽ മതി, ഡോക്യുമെന്റ് കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ ദർ ആപ്ലിക്കേഷൻ പോകണം കേട്ടോ, എവിടെയാണോ നടക്കുന്നത് അവിടെ പോയി ഈ ഒരു ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യണം കേട്ടോ. ദർ ആപ്ലിക്കേഷൻ വിൽ ബി ഓൺ ഹോൾഡ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, അപ്പോൾ ഹോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഡെലിവറിക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ഒരു വേക്കൻസി അത് അങ്ങനെ തന്നെ അൺഫിൽഡ് ആയിട്ട് കിടക്കും. എന്നിട്ട് നിങ്ങൾ വീണ്ടും അത് PET ചെയ്യാൻ പോകുമ്പോൾ ആ PET ചെയ്ത് കഴിഞ്ഞ് ക്വാളിഫൈ ആവുന്നെങ്കിൽ ആ വേക്കൻസി നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു പേടിയൊന്നും വേണ്ട. പ്രഗ്നന്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആലോചിച്ചിരിക്കുക, വേറെ റിസ്ക് ഒന്നും എടുക്കരുത്. ഇത് അറിഞ്ഞിരിക്കുക. പ്രഗ്നന്റ് കാൻഡിഡേറ്റ്സ് 3 മാസം അടുപ്പിച്ചായവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ വിത്ത് ഹോൾഡ് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 6 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പോയി ഒരു റീമെഡിക്കൽ ചെയ്താൽ മതി കേട്ടോ, ഇത് കഴിഞ്ഞിട്ട്, പ്രഗ്നൻസി കഴിഞ്ഞിട്ട്. ഇനി അടുത്ത് വരുന്ന ഒരു കാറ്റഗറി ഉണ്ട്, സ്പെഷ്യൽ പ്രൊവിഷൻ ഉൾപ്പെടുന്ന ആൾക്കാരാണ്. ഒന്ന് 1 leg affected, എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ആക്സിഡൻസ് വരെ എങ്ങനെയെങ്കിലും നിങ്ങൾ എന്താണ് 1 leg affected ആയിട്ടുള്ള ഡിസബിലിറ്റി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, വാക്കിംഗ് ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കും കേട്ടോ. വാക്കിംഗ് ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഒക്കെ ചിലപ്പോൾ എടുക്കുമായിരിക്കും. പക്ഷേ എന്ത് ചെയ്തു, 1 leg affected ആയവർക്ക് എക്സംഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് 1 arm and 1 leg affect ആയവർക്ക് എക്സംഷൻ ഉണ്ട്. ഈ വാക്കിംഗ് ടെസ്റ്റിൽ നിന്നാണ് കേട്ടോ, ഫിസിക്കലിൽ നിന്ന് നിങ്ങൾക്ക് എക്സംഷൻ ഉള്ളവരാണ് പറയുന്നത്. 1 leg affect ആയവർ, 1 arm and 1 leg affect ആയവർ, ലെപ്രോസി ക്യൂർഡ് ആയിട്ടുള്ള, ലെപ്രോസി എന്ന് പറയുന്ന അസുഖം ക്യൂർഡ് ആയിട്ടുള്ളവർക്ക്, അതുപോലെ ഈ ആസിഡ് അറ്റാക്ക് വിക്ടിമിന്, ആസിഡ് അറ്റാക്ക് ചെയ്ത് വിക്ടിമായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, എക്സം ഫ്രം വാക്കിംഗ് ഇഫ് ആൻ ഓർത്തോപെഡിക് കണ്ടീഷൻ ഈസ് പ്രസന്റ്, എന്തെങ്കിലും രീതിയിലുള്ള ഓർത്തോപെഡിക് കണ്ടീഷൻ, നിങ്ങളുടെ ബോൺ ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ കാലോ കൈകൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരും എന്താണ്, എക്സംപ്റ്റഡ് ആണ്. പക്ഷെ എന്ത് ചെയ്യണം, റിക്വയർമെന്റ് ഫോർ എക്സംഷൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, നിങ്ങളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കണം. ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ ഒരു മെഡിക്കൽ ബോർഡ് കൺഫേം ചെയ്തിട്ടുള്ള ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ആണ്, ഇതൊരു ഡിസബിലിറ്റി ആണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ നിങ്ങളെ ഫിസിക്കൽ ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കി നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യും, ഹവൽദാറിലേക്ക് പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഇപ്പോഴേ മനസ്സിലാക്കി വെച്ചോളൂ, ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുക കേട്ടോ. ഇനി അടുത്ത എക്സാം എക്സ്പെക്റ്റഡ്, എല്ലാവർക്കും ആ ഒരു ഡൗട്ട് തന്നെയാണ്, ഇനി എന്നാണ് എക്സാം എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഫിസിക്കൽ ടെസ്റ്റ് എപ്പോഴാണ് വരേണ്ടത്. കാരണം SSC എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് എപ്പോഴും എന്താണ്, അവരുടെ എക്സാംസുകൾ കൃത്യമായി നടത്തുന്നു, കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യും, ആ ഒരു ഫ്ലോയിൽ അവർ എന്ത് ചെയ്യാൻ നടത്തി പോകാറുണ്ട്. അതുകൊണ്ട് ഇനി ഒരു ലാഗ് ഉണ്ടാവുമെന്ന് വേണ്ട. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഈ പറയുന്ന SSC CGL Tier 2 റിസൾട്ട് തന്നെ 2 ആൻസർ കീ തന്നെ എന്ത് ചെയ്തു, എക്സാം എഴുതി തൊട്ടടുത്ത ദിവസം റിലീസ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ അപ്പോൾ എന്ത് ചെയ്യും, ചെയ്ത് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ MTSൻ്റെയും ഇപ്പോൾ ഈ ഒരു ഡേറ്റ് വന്നതിനെ തുടർന്ന് അതായത് ഫിസിക്കലിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തത് കൊണ്ട് തന്നെയാണ് MTSൻ്റെയും ഉടനെ തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യും. അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യും, ഈ ഹവൽദാറിൻ്റെ ഡേറ്റ് ഇടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, MTS CBT എക്സാം നടന്നത് 13th September തൊട്ട് 14th November വരെയാണ്. 2024 എക്സാം നടന്നത്. റിസൾട്ട് ഇന്നലെ റിലീസ് ആയിട്ടുണ്ട്. ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ ജനുവരിയിൽ നിന്നാണ് എല്ലാ സോഴ്സസും പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ജനുവരി ഫെബ്രുവരി ടൈം തന്നെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ജനുവരി ഫെബ്രുവരി എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ഓർ ജനുവരി ലാസ്റ്റ് വീക്ക് എന്നുള്ള രീതി തന്നെയാണ്. പെട്ടെന്നായിരിക്കും കേട്ടോ, ഇനി പെട്ടെന്നായിരിക്കും എല്ലാ മൂമെന്റ്സും നടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയുള്ള ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്കലിന് വേണ്ടി ഇപ്പോൾ റിസൾട്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക കേട്ടോ.
അപ്പം ജനുവരി ഫെബ്രുവരി ടൈമിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫൈനൽ റിസൾട്ടും ആ ഒരു ടൈം തന്നെയാണ്, ഫെബ്രുവരി മാർച്ച് ടൈമിൽ. മാർച്ചോടെ എന്ത് ചെയ്യും, കിട്ടും എന്നുള്ളൊരു ഉറപ്പ് തന്നെയാണ് നമുക്കുള്ളത് കേട്ടോ. മാർച്ചോടെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനി നമുക്കുള്ള ഒരു ചാൻസ് ആണ്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും 116ഓളം മാർക്കൊക്കെ വാങ്ങിയാണ് നിങ്ങൾ ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാൻസ് വിട്ടുകൊടുക്കരുത്. ഫിസിക്കലിന് വേണ്ടി ഇനി കുറച്ചായിട്ടെങ്കിലും കുറച്ച് ആക്ടിവിറ്റികൾ നിങ്ങൾ ചെയ്ത് അതിനനുസരിച്ച് നിങ്ങളുടെ എനർജി ബൂസ്റ്റപ്പ് ചെയ്ത് തുടങ്ങുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തായാലും ഇത് വരും, ഒരാഴ്ചയെങ്കിലും നിങ്ങൾക്ക് ടൈം കിട്ടും. എന്തായാലും ഒന്നല്ലെങ്കിൽ 2 ആഴ്ചയുടെ ഒരു ടൈം കിട്ടുമായിരിക്കും ഫിസിക്കലിൻ്റെ ഡേറ്റ് ഇടുന്നതിന് മുന്നേ ആയിട്ട്. എന്തായാലും വാക്കിംഗ് ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു ടൈം എടുത്ത് ഇപ്പോഴേ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളുക കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. ജനുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടെ തന്നെ അവരത് കണ്ടക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഇത് ഇട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.